ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ച ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ ആണ് ഇപ്പോൾ ഉള്ളത്. സ്കൂളിൽ മുൻവശമാണ്. അപ്പം ഞാൻ വോട്ട് ചെയ്തു. ഞാൻ 5ാം സ്റ്റാൻഡേർഡ് മുതൽ 10ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സ്കൂളാണ് അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് നടയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് നടയിൽ ആലിഞ്ചൂണിന് സമീപമാണ് സ്കൂള്. അപ്പോൾ വോട്ട് ചെയ്തപ്പോൾ ഒരു കറക്ഷനുള്ള ഒരു തട്ടിപ്പ് ഇവിടെ തട്ടിപ്പ് ആണെന്നാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. തട്ടിപ്പെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ, വോട്ടർമാർ വോട്ട് ചെയ്യുമ്പം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരിൻ്റെ ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം തന്നെയാണെന്ന് വോട്ടർമാർ ഉറപ്പാക്കണം. അപ്പോൾ ഉറപ്പാക്കണമെങ്കിൽ ഈ ചിഹ്നം വരുന്ന മിഷ്യൻ പുറവശത്തിരിക്കുകയാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഈ മിഷൻ മുന്നോട്ട് കയറ്റി വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ പ്രസ് ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന പേരിൻ്റെ ആ ഭാഗത്തോട്ട് മുന്നോട്ട് കയറ്റി വെച്ചെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യുന്ന വോട്ടർക്ക് ഈ സ്ഥാനാർത്ഥിയുടെ നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ചിഹ്നം തന്നെയാണെന്ന് വരുന്ന ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ 153 നമ്പർ ബൂത്തിലിരിക്കുന്ന നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വരുന്ന മിഷൻ പുറകിലിരിക്കുന്നത്. പുറകിലിരുന്ന് എങ്ങനെ കാണാൻ പറ്റും വോട്ടർമാർക്ക്? ഈ മിഷൻ മുന്നോട്ട് കയറ്റി വെച്ചെങ്കിൽ മാത്രമേ സത്യസന്ധമായും സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കത്തുള്ളൂ. ഇതിപ്പോൾ തട്ടിപ്പ് പരിപാടി ഇവിടെ നടക്കുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ഇവിടെ വോട്ട് ചെയ്തപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ ചിഹ്നം മാറി ഇവിടെ വന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇതേ പുതിയ രീതി മിഷൻ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ വോട്ടർമാർക്ക് കൃത്യമായി കാണാൻ പറ്റത്തില്ല. ഈ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പേര് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്ന മിഷൻ പ്രസ് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വരുന്ന മിഷൻ ആ മിഷൻ കുറച്ച് മുന്നോട്ട് കയറ്റി വെച്ചെങ്കിൽ മാത്രമേ ഇത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കത്തുള്ളൂ. ഇതിലെ തട്ടിപ്പ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാനിവിടെ ഈ വിവരം പറയാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ ചെന്നപ്പം അവിടെ ഇരുന്ന പോലീസ് ഓഫീസർ ഞാൻ വിവരം പറഞ്ഞു. എനിക്ക് പോളിംഗ് ഓഫീസറോട് പരാതി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ പോളിംഗ് ഓഫീസറെ കാണാൻ അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ പോയി പറയാമെന്ന് പറഞ്ഞ് ഈ പോലീസ് ഓഫീസർ അകത്തോട്ട് പോയി. ഈ പോലീസ് ഓഫീസർ പോളിംഗ് ഓഫീസറോട് ഞാൻ പറഞ്ഞ വിവരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എനിക്ക് പറഞ്ഞത് ഉറപ്പില്ല. ഈ തട്ടിപ്പ് പരിപാടി നിർത്താൻ, ഈ മിഷൻ കുറച്ച് മുന്നോട്ട് കയറ്റി വെക്കാൻ ഈ പോലീസ് ഓഫീസർ തന്നെ ഞാൻ പറഞ്ഞ വിവരം പോളിംഗ് ഓഫീസറോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു പരാതി പറയാൻ ചെന്ന എന്നെ പോളിംഗ് ഓഫീസറെ കാണാൻ അനുവദിക്കാത്തതും ഇതിനകത്തെ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു തട്ടിപ്പുണ്ടോന്ന് നമുക്ക് കരുതാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ.